നമ്മൾ തുടക്കത്തിൽ പരിശോധിച്ചത് സുരേഷ് ഗോപിയുടെ റോഡ് ഷോയാണ്. തൃശ്ശൂരിൽ അദ്ദേഹം എത്തിയിരിക്കുന്നു. റോഡ് ഷോ അവിടെ ആരംഭിക്കുകയാണ്. ദൃശ്യങ്ങളിൽ കാണാം. സുരേഷ് ഗോപി തുറന്ന വാഹനത്തിൽ അദ്ദേഹം യാത്ര ചെയ്യുന്നു. ചുറ്റുപാടും വലിയ പ്രവർത്തകരും ആവേശവും ആ കാഴ്ചകൾ. വലിയ ആവേശമാണ് സുരേഷ് ഗോപിക്ക് പ്രവർത്തകർ അവിടെ നൽകുന്നത്. വലിയ തരത്തിലുള്ള സ്വീകരണം ഒരുക്കുന്നു. സുരേഷ് ഗോപി തുറന്ന വാഹനത്തിൽ തൃശ്ശൂർ നഗരത്തിലൂടെ സഞ്ചരിക്കുകയാണ്. പ്രചരണത്തിന്റെ കൃത്യമായ ത്രികോണ പോരാട്ടം നടക്കുന്ന തൃശ്ശൂരിൽ അവസാനമായി പ്രചരണം ആരംഭിക്കുന്ന വ്യക്തിയാണ് സുരേഷ് ഗോപി. ഔദ്യോഗികമായിട്ടല്ലെങ്കിൽ കൂടിയും സുരേഷ് ഗോപി മുമ്പ് പലവട്ടം പലവിധ പരിപാടികൾ പങ്കെടുത്തുകൊണ്ട് മണ്ഡലത്തിൽ സജീവമാകാൻ നിൽക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം ഇതാദ്യമായി മണ്ഡലത്തിലെത്തിയ സുരേഷ് ഗോപി സജീവമായി തന്നെ പ്രചരണ രംഗത്തേക്ക് ഇറങ്ങി എന്ന പ്രത്യേകത കൂടിയുണ്ട്. എന്തായാലും സുരേഷ് ഗോപി ഇനി മുതൽ തൃശ്ശൂരിൽ കളം നിറഞ്ഞു നിൽക്കും. ഡാനി പോൾ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഡാനി, സുരേഷ് ഗോപിയുടെ ഈ റോഡ് ഷോ അത് എത്ര ദൂരമുണ്ടാകും? ഇത് നഗരം പൂർണ്ണമായി കവർ ചെയ്യുന്ന രീതിയിലാണോ? എന്താണ് അതിന്റെ തയ്യാറെടുപ്പ്? സജിത്ത്, ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങൾ കാണാം. സുരേഷ് ഗോപി തൃശ്ശൂരിൽ നഗരത്തിലേക്ക് എത്തുന്നു. അദ്ദേഹത്തിന്റെ ഒരു നഗരപ്രവേശനം എന്ന രീതിയിൽ തന്നെ പറയാം. തൃശ്ശൂരിൽ അല്പസമയം മുമ്പ് അദ്ദേഹം റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി. ഇവിടെ നിന്ന് പ്രവർത്തകരുടെ ആവേശകരമായ സ്വീകരണം ഏറ്റുവാങ്ങി. ഇതിനു മുൻപിൽ നമ്മൾക്ക് ഈ വാഹനത്തിന് മുന്നിൽ നിരവധി പ്രവർത്തകരുടെ ബൈക്ക് റാലിയുണ്ട്. അതിനെ തൊട്ട് പിറകിലായിട്ടാണ് സ്വരാജ് റൗണ്ടിലേക്കുള്ള സുരേഷ് ഗോപിയുടെ കടന്നുവരവ്. BJP പ്രവർത്തകർ ചുറ്റും പതാകകൾ വീശിക്കൊണ്ട് അനുഗമിക്കുന്നുണ്ട്. സ്വരാജ് റൗണ്ടിലേക്ക് എത്തിയതിനു ശേഷം മനസ്സിലാക്കുന്നത് അത് കാൽനടയാകും എന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. സ്വരാജ് റൗണ്ടിനെ പ്രദക്ഷിണം ചെയ്യുന്നത് ആ രീതിയിലാകും എന്ന്. അതിനുശേഷം അത് കോർപ്പറേഷൻ ഓഫീസിന് മുന്നിൽ ഇന്നത്തെ ഈ പ്രകടന പരിപാടികൾ സമാപിക്കും. അദ്ദേഹത്തിന്റെ വരവ് തികച്ചും വളരെ ആഘോഷമാക്കി മാറ്റുകയാണ് പ്രവർത്തകർ. തൃശ്ശൂർ കേന്ദ്രീകരിച്ചിരിക്കുന്ന ഏതാണ്ട് മുഴുവൻ പ്രവർത്തകരും തന്നെ, കൂടുതൽ പ്രവർത്തകരും തന്നെ ഇവിടേക്ക് എത്തുന്നുണ്ട്. ഈ സ്വരാജ് റൗണ്ടിലേക്കുള്ള വഴികളിൽ ഇരുവശവും പ്രവർത്തകരെ നിലനിൽക്കുന്ന പ്രവർത്തകരെ അഭിവാദനം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ നിരവധിയായ ആളുകൾ അദ്ദേഹത്തിന് ആർപ്പുവിളികളുമായി സ്വീകരണം നൽകുന്നുണ്ട്. തൃശ്ശൂർ നഗരത്തിലേക്കുള്ള അദ്ദേഹത്തിന്റെ കടന്നുവരവ് ഗംഭീരമാക്കി മാറ്റുകയാണ് ഇന്ത്യയെ അടക്കം. വലിയ രീതിയിൽ ഈ പ്രവർത്തകരുടെ ഒരു വലിയ പങ്കാളിത്തം ഇവിടെ നമുക്ക് കാണാനായിട്ട് കഴിയും. തൃശ്ശൂരിൽ വന്ന് ഇറങ്ങിയ ഉടൻ മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങളോട് വലിയ രീതിയിൽ അദ്ദേഹം പ്രതികരിച്ചില്ല എന്ന് വളരെ മിതത്വത്തോടുകയാണ് അദ്ദേഹം ആ ചോദ്യങ്ങളെ നേരിട്ടതും പ്രതികരിച്ചതുമെല്ലാം തന്നെ അത് വളരെ ശ്രദ്ധേയം തന്നെയാണ്. വലിയ രീതിയിൽ അദ്ദേഹം പറയുന്നില്ല. ഒപ്പം അദ്ദേഹം പറയുന്നത് ഒരു പോരാട്ടമാണ്. ആ മത്സരത്തിൽ തനിക്ക് വിജയിക്കാനായിട്ട് കഴിയും. അതിനുള്ളൊരു ആത്മവിശ്വാസമുണ്ട്. പ്രവർത്തകർ തന്നോടൊപ്പമുണ്ട്. അവരോടൊപ്പം താനും ഇത്രയും കാലം അവർക്കൊപ്പം തന്നെ ഉണ്ടായിരുന്നു എന്ന് ഓരോരുത്തരും തിരിച്ചറിയുന്നു. അത് തനിക്ക് വോട്ടായി മാറുമെന്ന വലിയ പ്രതീക്ഷ അദ്ദേഹം പങ്കുവെക്കുകയും ചെയ്യുന്നു. എന്തായാലും അദ്ദേഹത്തിന്റെ പ്രതീക്ഷകൾ പോലെ തന്നെ പ്രവർത്തകരുടെ ഒരു വലിയ നിര തന്നെ അദ്ദേഹത്തെ അനുഗമിക്കുന്നുണ്ട്. ഇപ്പോൾ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും സ്വരാജ് റൗണ്ടിലേക്ക് നീങ്ങുകയാണ് പ്രവർത്തകരുടെ ഒരു വലിയ നിര. ഇതിന് ചുറ്റുമുണ്ട്, അദ്ദേഹത്തിന്റെ വാഹനത്തിന് ചുറ്റുമുണ്ട്. അതോടൊപ്പം തന്നെ ഈ വാഹനത്തിന് മുന്നിലായും ബൈക്ക് റാലികളിലുമായും പ്രവർത്തകർ അനുഗമിക്കുന്നു. സ്ത്രീകളുടെ ഒരു വലിയ പങ്കാളിത്തം അത് എടുത്ത് പറയേണ്ടതാണ്. അവരും ഈ യാത്രയിൽ പങ്കാളികളാവുന്നുണ്ട്. ഇപ്പോഴുള്ള അദ്ദേഹത്തിന്റെ ഈ പ്രചാരണ പരിപാടികളിലെ എല്ലാം തന്നെ വളരെ സജീവമായിട്ട് തന്നെ പങ്കാളിയാകുന്നു. ഒപ്പം വരും ദിവസങ്ങളിൽ ഇതേപോലെ വലിയ രീതിയിലുള്ള റോഡ് ഷോ, അദ്ദേഹത്തിന്റെ ഒരു പ്രഭ, അദ്ദേഹത്തിന്റെ ഒരു അത്തരം ഒരു ഇമേജ് എല്ലാം തന്നെ ആളുകളെ ഇവിടേക്ക് എത്തിക്കുന്നതിന്, ആളുകൾ അല്ലെങ്കിൽ ഇതുപോലുള്ള റോഡ് ഷോയിലേക്ക് പങ്കാളിത്തം കൂട്ടുന്നതിന് സഹായകരമാകുമെന്നാണ് BJP പൊതുവിലും കരുതുന്നത്. കഴിഞ്ഞ തവണയും തന്നെ വലിയ രീതിയിൽ തന്നെ വോട്ട് ശതമാനം ഉയർത്തുന്നതിനെല്ലാം തന്നെയും അത് കാരണമായിട്ടുണ്ട്. ഇക്കുറി അതിനു മുകളിലേക്ക് പ്രവർത്തകർ പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം കഴിഞ്ഞ കുറെ നാളുകളായി സുരേഷ് ഗോപി ഇവിടെ തന്നെ ഉണ്ടായിരുന്നു എന്നതാണ്. തൃശ്ശൂരിന്റെ ഒരു സാംസ്കാരിക മണ്ഡലങ്ങളിൽ അതോടൊപ്പം തന്നെ പല സാമൂഹ്യപരമായ പല ഇടപെടലുകൾ, ജീവകാരുണ്യ മേഖലകൾ, അത് തൃശ്ശൂരിൽ പൊതുവെയും അദ്ദേഹത്തിന്റെ സാന്നിധ്യം വളരെ പ്രകടമായിരുന്നു. മറ്റൊരു
രാഷ്ട്രീയ നേതാക്കൾക്കപ്പുറം സുരേഷ് ഗോപിയുടെ ഒരു സാന്നിധ്യം വളരെ പ്രകടം തന്നെയായിരുന്നു. അദ്ദേഹം ഇവിടം വിട്ട് പോയിരുന്നില്ല എന്നത് തന്നെയാണ് ശ്രദ്ധേയം. അതുകൊണ്ട് അതെല്ലാം തന്നെയും ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിപ്പിക്കാൻ കഴിയും, അത് വോട്ടാക്കി മാറ്റാൻ കഴിയുമെന്ന് തന്നെയാണ് പൊതുവിലും കരുതുകയും ചെയ്യുന്നത്. ബി.ജെ.പിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണ ഭാഗമായിട്ട് തന്നെ കേന്ദ്ര നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ ഇവിടേക്ക് എത്തും. നമുക്കറിയാം തൃശൂർ രാജ്യത്ത് തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമായിട്ട് തന്നെ അത് മണ്ഡലമായിട്ട് തന്നെ മാറിയിരിക്കുന്നു. സംസ്ഥാനത്ത് മാത്രമല്ല രാജ്യത്ത് തന്നെയും അത് ഉറ്റുനോക്കുന്നു. പ്രധാനമന്ത്രി ഇവിടെ സന്ദർശിക്കുന്നു, അമിത്ഷാ ഇവിടെ വരുന്നു. അങ്ങനെ വലിയ രീതിയിൽ തന്നെ ഇതൊരു അടയാളപ്പെടുത്തലുകളുടെ ഒരിടമായിട്ട് തൃശ്ശൂര് മാറിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെയും ഈ ഒരു പോരാട്ടം ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം തീർത്തും അഭിമാന പോരാട്ടം തന്നെയാണ്. ഇത്രത്തോളം കേന്ദ്ര പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവർ ഇവിടെ അണിനിരന്നിട്ടും വലിയ രീതിയിലേക്ക് അത് വോട്ടാക്കി മാറ്റാൻ കഴിയണം എന്ന് തന്നെയാണ് അത് പ്രവർത്തകർക്ക് നൽകുന്ന സന്ദേശം. അതുകൊണ്ട് തന്നെ ഈ സമയം മുതൽ, ഈ ദിവസം മുതൽ, നമ്മൾ ഈ കാണുന്ന റോഡ് ഷോ മുതൽ തന്നെ ഇനി അങ്ങോട്ട് വലിയ രീതിയിൽ ബി.ജെ.പിയുടെ സംഘാടന മികവോടുകൂടി തന്നെ പരിപാടികൾ മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഇത് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. അതിന്റെ ഭാഗമായി വരും ദിവസങ്ങളിൽ അതുപോലെ തന്നെ പ്രധാന കേന്ദ്രങ്ങൾ റോഡ് ഷോ നടക്കും. അതോടൊപ്പം തന്നെ വളരെ പെട്ടെന്ന് തന്നെ മണ്ഡലത്തിലെ നേതാക്കളെ അടക്കം, മണ്ഡലത്തിലെ പ്രമുഖ വ്യക്തികളെ അടക്കം നേരിൽ കണ്ടുകൊണ്ട് വോട്ട് അഭ്യർത്ഥിക്കുക, പരമാവധി വോട്ടർമാരിലേക്ക് നേരിട്ട് ചെല്ലുക തുടങ്ങിയ പരിപാടികൾക്കായിരിക്കും കൂടുതൽ മുൻതൂക്കം നൽകുക. സുരേഷ് ഗോപി തന്നെ പറയുന്നത് പോലെ തൃശ്ശൂർ ഒട്ടും അന്യമല്ല. തനിക്ക് നിരവധിയായ ആളുകളെ തനിക്ക് നേരിട്ട് അറിയാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അവരിൽ പലരുമായിട്ട് നേരിട്ട് അടുപ്പമുണ്ട്. പേരെടുത്ത് പറയാവുന്ന സൗഹൃദങ്ങൾ ഒട്ടനവധിയാണ് കഴിഞ്ഞ കാലം കൊണ്ട് തൃശ്ശൂരിലുണ്ടായത്. സാധാരണ ഒരു രാഷ്ട്രീയക്കാരൻ എന്നതിനപ്പുറം വ്യക്തിബന്ധങ്ങളുടെ ഒരു ആഴവും പരപ്പുമെല്ലാം തന്നെ തനിക്ക് തൃശ്ശൂരിലുണ്ട്. അതെല്ലാം ഈ ഒരു അവസരത്തിൽ തനിക്ക് ഗുണം ചെയ്യുമെന്നെല്ലാം തന്നെ അദ്ദേഹം പറയുകയും എല്ലാം തന്നെ ചെയ്യുന്നു. അത് ഇപ്പോൾ അദ്ദേഹത്തിന് ഈ ചുരുങ്ങിയ വാക്കുകളിലാണെങ്കിലും പ്രതിഫലിച്ചത് ആത്മവിശ്വാസം നിറഞ്ഞ സുരേഷ് ഗോപിയുടെ മുഖം തന്നെയാണ്. ഇതിൽ തനിക്ക് വലിയ രീതിയിൽ തന്നെ ഇവിടെ വോട്ടുകൾ ലഭിക്കുമെന്നൊരു പ്രതീക്ഷ തന്നെയാണ് അദ്ദേഹം പങ്കുവയ്ക്കുന്നത്. ഇപ്പോൾ ഈ സ്വരാജ് റൗണ്ടിലേക്കുള്ള യാത്ര അത് വലിയ രീതിയിലേക്കുള്ളൊരു വലിയ രീതിയിലേക്ക് ബി.ജെ.പി പ്രവർത്തകരുടെ പങ്കാളിത്തം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. നമുക്കറിയാം ചെറിയ വഴികളിൽ നിന്ന് വരുന്ന പ്രവർത്തകർ ഈ വാഹനത്തിന് പിന്നിലേക്ക് വരുന്ന ജാഥയിലേക്ക് അണിനിരക്കുന്നുണ്ട്. അവർ ഇതിനെ അനുധാവനം ചെയ്യുന്നുണ്ട്. ഇത് സ്വരാജ് റൗണ്ടിലേക്ക് എത്തുമ്പോൾ തന്നെയും അവിടെയും കാത്തു നിൽക്കുന്ന നിരവധിയായ പ്രവർത്തകരുണ്ട്. വലിയ രീതിയിലൊരു മെഗാ റോഡ് ഷോയാക്കി മാറ്റാൻ തന്നെയാണ് അവർ ലക്ഷ്യമിടുകയും ചെയ്യുന്നത്. പറഞ്ഞതിനും സമയം വൈകിയാണ് അദ്ദേഹം ഇവിടേക്ക് എത്തിയതെങ്കിലും അത് പ്രവർത്തകരുടെ ആവേശം ഒട്ടും കുറച്ചിട്ടില്ല. വളരെ ശ്രദ്ധേയമാണ്. സജിത, വലിയ ആവേശമാണ് സുരേഷ് ഗോപി തൃശ്ശൂരിൽ കാഴ്ചവെക്കുന്നത്. പ്രചരണ തുടക്കത്തിൽ തന്നെ വലിയ ആവേശം കാഴ്ചവെക്കാൻ അദ്ദേഹത്തിന് കഴിയുന്നു. ഇടതു സ്ഥാനാർത്ഥിയും ഒപ്പം UDF-ന്റെ സ്ഥാനാർത്ഥിയും ഒക്കെ നേരത്തെ തന്നെ കളം നിറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടിയും സുരേഷ് ഗോപി എത്തുമ്പോൾ അവിടെ കൃത്യമായ ത്രികോണ പോരാട്ടമായി മാറുന്നു. ബി.ജെ.പി സംസ്ഥാനത്ത് ഏറ്റവും പ്രതീക്ഷ വയ്ക്കുന്ന മണ്ഡലമാണ് തൃശ്ശൂർ. അതുകൊണ്ട് ആ താരപ്പൊലിമ നിലനിർത്തിക്കൊണ്ടുള്ള പ്രചരണ പരിപാടിയുടെ ഉദ്ഘാടനം തന്നെയാണ് ഇന്ന് ഈ റോഡ് ഷോയിലൂടെ സംഭവിക്കുന്നത്. സുരേഷ് ഗോപി നഗരമധ്യത്തിലൂടെ ഈ തുറന്ന വാഹനത്തിൽ യാത്ര ചെയ്യുകയാണ്. ബി.ജെ.പിക്ക് വലിയ പ്രതീക്ഷകളുള്ള മണ്ഡലം. ഇനി പ്രചരണ രംഗത്ത് ഒരുപക്ഷെ കൂടുതൽ ബി.ജെ.പി സാന്നിധ്യം പ്രതീക്ഷിക്കുന്ന ഇടമാണ് തൃശ്ശൂർ. കാരണം തൃശ്ശൂർ അത്ര കണ്ട് ബി.ജെ.പി പ്രാധാന്യം കൊടുക്കുന്ന ഇടമാണ്. അതുകൊണ്ട് തൃശ്ശൂരിൻ്റെ സാധ്യതകൾ പരമാവധി പ്രയോജനപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള പ്രചരണ തന്ത്രങ്ങൾ സ്വാഭാവികമായും പ്രതീക്ഷിക്കാം. രാവിലെ തിരുവനന്തപുരത്ത് നിന്നും ട്രെയിൻ മാർഗം സുരേഷ് ഗോപി തൃശ്ശൂരേക്ക് എത്തുകയായിരുന്നു. റെയിൽവേ സ്റ്റേഷനിൽ തന്നെ അദ്ദേഹത്തിന് പ്രവർത്തകർ വലിയ സ്വീകരണം കൊടുത്തു. ആ സ്വീകരണത്തിന് ശേഷം വാഹനത്തിൽ റോഡ് ഷോയുമായി അദ്ദേഹം നഗരം കറങ്ങുകയാണ്. നഗരത്തിലൂടെ അദ്ദേഹം യാത്ര ചെയ്യുകയാണ്. അങ്ങനെ വലിയ തരത്തിലുള്ള ഒരു ആവേശ കാഴ്ച ഒരുക്കാൻ തന്നെയാണ് സുരേഷ് ഗോപി അവിടെ ശ്രമിക്കുന്നത് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഡാനി, നമ്മൾ ഈ തെരഞ്ഞെടുപ്പിന്റെ മറ്റു പൊതു സാഹചര്യത്തിലേക്ക് വരുമ്പോൾ ഈ സംസ്ഥാനത്തെ ഏറ്റവും ശ്രദ്ധേയമായൊരു മണ്ഡലം അത് തൃശ്ശൂരായിരിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. കാരണം പോരാട്ടത്തിന്റെ ചിത്രം അതങ്ങനെയാണ്. ഏറ്റവും ശക്തമായ ത്രികോണ പോരാട്ടം അത് തന്നെയായിരിക്കും ഈ തൃശ്ശൂരിൽ നടക്കാൻ പോകുന്നത്. നിലവിൽ TN പ്രതാപനുണ്ട്. ഔദ്യോഗിക പ്രഖ്യാപനമായില്ലെങ്കിലും TN പ്രതാപൻ കളം നിറഞ്ഞിട്ടുണ്ട്. ഒപ്പം VS സുനിൽകുമാർ, രാവിലെ തന്നെ ഡാനി VS സുനിൽകുമാറിന്റെ നീക്കങ്ങളും TN പ്രതാപന്റെ നീക്കങ്ങളും ഒക്കെ പങ്കുവയ്ക്കുകയും ചെയ്തതാണ്. ഇപ്പോൾ സുരേഷ് ഗോപി കൂടി എത്തുമ്പോൾ
തൃശ്ശൂരിന്റെ ഒരു തെരഞ്ഞെടുപ്പ് ചിത്രം അതങ്ങ് വ്യക്തമാവുകയാണ് അല്ലേ? തീർച്ചയായും സജിത്ത്, തൃശ്ശൂരിന്റെ തെരഞ്ഞെടുപ്പ് ചിത്രം വ്യക്തമാകുന്നു. അതുപോലെ സജിത്ത് സൂചിപ്പിച്ചതുപോലെ ഒരു പക്ഷേ സംസ്ഥാനത്തെ ഏറ്റവും ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന മണ്ഡലം തൃശ്ശൂർ തന്നെയാണ്. അല്ല എങ്കിൽ തന്നെയും ഈ രാജ്യം തെരഞ്ഞെടുപ്പുകളിൽ അവിടെ ആര് ജയിച്ചു എന്ന് പൊതുവിൽ വലിയ ഉത്സാഹത്തോടെ അന്വേഷിക്കുന്ന ഒരു മണ്ഡലം രാജ്യത്ത് തന്നെയുണ്ടെങ്കിൽ അതിന്റെ പട്ടികയിലും തൃശ്ശൂർ ഇടം നേടുന്നു എന്നതാണ്. അതിന് കാരണങ്ങൾ പലതുണ്ട്. അതിലേറ്റവും പ്രധാനം കേന്ദ്ര നേതാക്കൾ, പ്രധാനമന്ത്രി അടക്കം ഇവിടെ ക്യാമ്പ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോയതാണ്. കാരണം പ്രധാനമന്ത്രി സുരേഷ് ഗോപിയെ ചേർത്ത് വെക്കുന്നത് എല്ലാവരും തന്നെയും കണ്ടതാണ്. പല അദ്ദേഹത്തിൻ്റെതായ മകളുടെ വിവാഹ ചടങ്ങുകളിലടക്കം പങ്കെടുക്കുകയും എല്ലാം തന്നെ ചെയ്തു. അങ്ങനെ ഒരു വൈകാരിക അടുപ്പം അദ്ദേഹവുമായിട്ടുണ്ട്. അങ്ങനെ ഈ നേതാക്കളുടെ കടന്നുവരവും എല്ലാം തന്നെയും സുരേഷ് ഗോപിക്ക് ഗുണം ചെയ്യുമെന്ന് തന്നെയാണ് പൊതുവിൽ വിലയിരുത്തുന്നത്. പൊതു നേതാക്കളുടെ ഇങ്ങോട്ടുള്ള കടന്നുവരവും അതുകൊണ്ട് ശ്രദ്ധിക്കപ്പെട്ടു. ശക്തമായ ത്രികോണ മത്സരം ഇവിടെ നടക്കുന്നു. പക്ഷേ ഒട്ടും വിട്ടുകൊടുക്കാനില്ല. ഇഞ്ചോടിഞ്ച് പോരാട്ടം തന്നെയാവും ഇവിടെ ഉണ്ടാകുക എന്ന സൂചന തന്നെയാണ് മറ്റ് മത്സരാർത്ഥികൾ തന്നെ നൽകുന്നത്. അത് TN പ്രതാപനാണെങ്കിലും അദ്ദേഹത്തിന്റെ പേര് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും അദ്ദേഹം തന്നെയാവും സ്ഥാനാർത്ഥിയെന്ന് ഏതാണ്ട് വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു. കാരണം ചുവരെഴുത്തുകൾ പലയിടത്തും തന്നെ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ VS സുനിൽകുമാർ, അദ്ദേഹത്തിന് മണ്ഡലത്തിലുള്ള സ്വാധീനം എടുത്ത് പറയേണ്ടത് തന്നെയാണ്. കാരണം അദ്ദേഹത്തിന് ഈ മണ്ഡലത്തിന് മുക്കും മൂല്യം അറിയാവുന്ന ഒരാളാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് വളരെ കൃത്യമായ ഒരു പ്ലാനിങ്ങും എല്ലാത്തിനും കൂടി അദ്ദേഹം മുന്നോട്ട് പോകുന്നു. TN പ്രതാപനാണെങ്കിൽ തൃശ്ശൂരിൽ LDF ഇടതുമുന്നണിയുടെ സർവാധിപത്യമാണ്. കാരണം 7 മണ്ഡലങ്ങളിലും ഇടതുമുന്നണി വിജയിച്ചപ്പോൾ പാർലമെന്റ് മണ്ഡലം മുന്നണിയുടെ കൈപ്പിടിയിൽ ഒതുങ്ങിയില്ല എന്നതാണ്. അതിന് കാരണം TN പ്രതാപന്റെ അദ്ദേഹത്തിന്റെ ഒരു വ്യക്തിബന്ധങ്ങളും കാരണങ്ങളും എല്ലാവരിലുമുള്ള സ്വാധീനവും എല്ലാം തന്നെയാണ്. വ്യക്തിഗത വോട്ടുകളാണ് അദ്ദേഹം കൂടുതൽ അതിന് ഗുണം ചെയ്തതെന്ന് നിസ്സംശയം പറയാം. പക്ഷേ ഇത്തവണ കുറെ കൂടി കരുത്തോടുകൂടിയാണ് BJP സ്ഥാനാർത്ഥി ഇവിടേക്ക് സുരേഷ് ഗോപി ഇവിടേക്ക് എത്തുന്നതെന്ന് അതും അടിവരയിടണം. അതുകൊണ്ട് തന്നെ ഏറ്റവും ശക്തമായ മത്സരത്തിന് തന്നെ സംസ്ഥാനത്തെ കളമൊരുങ്ങിയിരിക്കുന്നത് തൃശ്ശൂരിൽ തന്നെയാണ്. ഇപ്പോൾ ഈ സ്വീകരണ റാലി അതിപ്പോൾ സ്വരാജ് റൗണ്ടിലേക്ക് എത്തിയിരിക്കുന്നു. സ്വരാജ് റൗണ്ടിൽ കാത്തിരിക്കുന്നത് ആയിരങ്ങളാണ്. നമ്മൾ പലപ്പോഴും തന്നെ ഇവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് പലപ്പോഴും പുലിക്കളി ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ്. അന്ന് വലിയ പുരുഷാരം ഇവിടേക്ക് എത്തുന്നു. ഏതാണ്ട് വലിയ രീതിയിൽ തന്നെ ആളുകൾ ഇവിടേക്ക് അദ്ദേഹത്തെ കാണുന്നതിനും അനുമോദിക്കുന്നതിനും സ്വാഗതം നൽകുന്നതിനുമായിട്ട് BJP പ്രവർത്തകർ നിരവധിയായിട്ട് തന്നെ ഇവിടേക്ക് എത്തിയിരിക്കുന്നു. ഇവിടെ നിന്നാണ് ഇനിയിപ്പോൾ അദ്ദേഹം കാൽനടയായി പ്രദക്ഷിണം ചെയ്യും സ്വരാജ് റൗണ്ടിനെ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ സമയം വൈകിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെയും അത് ഇനിയിപ്പോൾ വാഹനത്തിൽ തന്നെയാകുമോ എന്ന കാര്യത്തിൽ തീരുമാനം എടുക്കേണ്ടതുണ്ട്. എന്തായാലും വലിയ രീതിയിലാണ് പ്രവർത്തകരുടെ ഒരു പങ്കാളിത്തം അത് എടുത്ത് പറയേണ്ടത് തന്നെയാണ്. അതാണ് സാഹചര്യം. സ്വരാജ് റൗണ്ടിലേക്ക് റോഡ് ഷോ എത്തിയിരിക്കുന്നു. പ്രവർത്തകരുടെ ആവേശം ഇരട്ടിക്കുന്നു. അവിടെ നിരവധി പ്രവർത്തകർ കാത്തു നിൽക്കുന്നു. ഡാനി സൂചിപ്പിക്കുന്ന പോലെ സംസ്ഥാനത്തെ ഏറ്റവും ശ്രദ്ധേയമായ ലോക്സഭാ മണ്ഡലം, ശ്രദ്ധേയമായ പോരാട്ടം നടക്കുന്ന ഇടം എന്നതുകൊണ്ടൊക്കെ പ്രത്യേകതയുള്ള ഇടമായി തൃശ്ശൂർ മാറുന്നു. തൃശ്ശൂർ എന്തായാലും ഒരു ചരിത്രം എഴുതുന്ന കാര്യത്തിൽ തർക്കമില്ല. കാരണം ആര് ജയിച്ചാലും അത് ചരിത്രമാകും എന്നതാണ് അവിടുത്തെ പൊതു സാഹചര്യം.